നമ്മുടെ നാട്ടില് മൂവീസ് റിലീസ് ചെയ്യുന്നതിന്റെ ഒരു ബഹളം തന്നെയാണല്ലോ. ദുരന്തർ, ആട് 3, വാഴ 2. വാഴ 2ന്റെ കാര്യം പിന്നെ എടുത്തു പറയണ്ടല്ലോ. ഒരു ഹൈപ്പിൽ നിൽക്കുകയാണ് ഇപ്പൊ ആ മൂവി. നമുക്കപ്പോ ആ മൂവി ഒന്ന് കാണാൻ പോയാലോ? സോ ലെറ്റ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജേർണി വിത്ത് ആഷ്. നമ്മുടെ നാട്ടിൽ നിൽക്കുന്നവരെക്കാളും പുറത്ത് നിൽക്കുന്നവർക്കാണ് ഒരു ആഘോഷ ദിവസം വന്നാൽ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നാട്ടിലൊരു മൂവി റിലീസ് ചെയ്താൽ അത് പോയി കാണാനും ഇൻട്രസ്റ്റ് കൂടുതലുള്ളത്. പല രാജ്യങ്ങളും അതിനുള്ള അവസരങ്ങളും ഉണ്ട്. പക്ഷെ നമ്മുടെ ബത്താമിലുണ്ടല്ലോ അങ്ങനെ ഒരു അവസരം ഇല്ലായിരുന്നു. ബാക്കി ഇംഗ്ലീഷ് മൂവീസ് അല്ലെങ്കിൽ ഹിന്ദി മൂവീസ് ഒക്കെ ഇവിടെ ഷോ ചെയ്യുമായിരുന്നു. പക്ഷെ നമ്മുടെ മലയാളം മൂവി ഒരു ഷോ ഇല്ലായിരുന്നു. കഴിഞ്ഞ വർഷം മുതൽ നമ്മുടെ ബത്താം കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സിന്റെ ഒരു എഫേർട്ട് മൂലം ഇവിടെ മലയാളം മൂവീസ് ഷോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുമൂലം നമുക്ക് ഇപ്പൊ മലയാളം മൂവീസ് കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ വാഴ 2 മൂവി ഇവിടെ ബത്താമിൽ വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആ മൂവി ഒന്ന് പോയി കാണണ്ടേ? അപ്പൊ അതിനുമ്പ് ഒന്ന് റെഡി ആവണം. അപ്പൊ നമുക്ക് റെഡി ആയിട്ട് വരാം. അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെഗാമാളിലോട്ടാണ് പോകുന്നത്. കാരണം മെഗാമാൾ തിയേറ്ററിൽ വെച്ചാണ് ഷോ ഉള്ളത്. അങ്ങനെ ഞാൻ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിലെത്തി ജോയില് കാർ പാർക്കിൽ നിന്ന് കാർ എടുക്കാനായിട്ട് പോയിരിക്കുകയാണ്. എന്നിട്ട് വേണം നമുക്ക് മോളിലോട്ട് പോകാനായിട്ട്. ഇവിടുന്ന് മോളിലോട്ട് പോകാൻ വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല, ഒരു 10-15. അത് ട്രാഫിക് ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റത്തെ കാര്യമുള്ളൂ, നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. പിന്നെ നല്ല മഴയുണ്ടായിരുന്നു, ഇടിവെട്ടലും മിന്നലൊക്കെ ആയിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു. നമുക്ക് വലിയ ട്രാഫിക് ഒന്നും ഇല്ലാതെ തന്നെ പോകാൻ പറ്റി. ഇത് പിന്നെ ഈ പോകുന്ന പ്ലേസ് ഫെറി ടെർമിനലിന്റെ അടുത്താണല്ലോ മെഗാമാൾ. അപ്പൊ ഞാൻ കരുതി കുറച്ച് പ്ലേസസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് ഹാരിസ് ഹോട്ടലാണ്. ഇത് ഫെറി ടെർമിനലിന്റെ അടുത്തുള്ളതാണ്. അങ്ങനെ നമ്മൾ ഫൈനലി മാളിൽ എത്തിയിട്ടുണ്ട്. ഈ മാളിന്റെ ഫ്രണ്ടിൽ എത്തുമ്പോഴുണ്ടല്ലോ നമ്മൾ ടിക്കറ്റ് എടുക്കണം. അതായത് പാർക്കിംഗ് ഫീക്ക് വേണ്ടിയുള്ളതാണ്. ഈ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഇറങ്ങുമ്പം ഈ ടിക്കറ്റ് കാണിക്കണം. അപ്പോഴാണ് അവര് നമുക്ക് ഒരു 5000-9000, അതായത് നാട്ടിൽ ഒരു 50 രൂപ മാക്സിമം അത്രേ ആവത്തുള്ളൂ ഇവിടുത്തെ ഒരു ഫീ എന്ന് പറയുന്നത്. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ മോളിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് മോളിന്റെ ഫ്രണ്ട്. ഇങ്ങനെയുള്ള മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് പാർക്കിംഗ് കണ്ടുപിടിക്കുക എന്നതാണ്. കാരണം ഈ പ്രാവശ്യം എന്ന് പറയുന്നത് മലയാളീസ് മിക്കവരും എത്തിയിട്ടുണ്ട് മൂവി കാണാൻ. പിന്നെ ഇന്തോനേഷ്യക്കാരും ഉണ്ട് ഇവിടെ മോൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്നേക്കുന്നവര്. അപ്പൊ ഇവരുടെ ഇടയിൽ വേണം നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യണം, ഒരു പാർക്കിംഗ് സ്പേസ് കണ്ടുപിടിക്കാം. ഞങ്ങൾ ഏറ്റവും മുകളിൽ വരെ പോയി, ടെറസ് പാർക്കിങ്ങിൽ വരെ പോയി, എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ അവസാനം ഈ താഴെ വന്നപ്പോൾ ഫ്രണ്ടിൽ ഞങ്ങൾക്ക് ഒരു പാർക്കിംഗ് കിട്ടി. ഈ ഒരു പാസേജ് കണ്ടു. ഇതെന്തോ ഞങ്ങൾക്ക് മനസ്സിലായോ? ഇത് ഫെറി ടെർമിനലിൽ നിന്ന് മാളിലോട്ട് പോകാനും മാളിൽ നിന്ന് ഫെറി ടെർമിനലിലോട്ട് പോകാനുള്ള ഒരു പാസേജ് ആണ്. അതായത് ഈ ഫെറി ടെർമിനൽ വന്നിരിക്കുന്നവർക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ മാളിലോട്ട് വരാമല്ലോ, അതിനു വേണ്ടിയുള്ള ഇതാണ്. പിന്നെ ഞങ്ങൾ മോളിന്റെ അകത്തോട്ട് കയറി. അപ്പോഴേക്കും ജുനൈദ് ബ്രോയും ഫാമിലി എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ജുനൈദ് ബ്രോ എന്ന് പറയുന്ന ആള് ഇവിടെ ഇന്തോനേഷ്യയിൽ തന്നെ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഇവിടെ വന്ന സമയം മുതൽ ഞങ്ങളുമായിട്ട് ഒരു ഫാമിലി ഫ്രണ്ട് എന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് ജുനൈദ് ബ്രോയും ഫാമിലിയും. അപ്പൊ അവരുമായിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു മലയാളം മൂവി കാണാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഈ മെഗാ മോളിൽ ഒരു മൂവി കാണാൻ വരുന്നത്. ഇതിനു മുമ്പ് ഞാൻ അവതാർ 3 കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ വലിയ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഏകദേശം ഓക്കെ ആണ്, നമ്മുടെ നാട്ടിലെ മോളൊക്കെ പോലെ തന്നെ. പിന്നെ ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ സൂപ്പർ ആയിരുന്നു. ഞാൻ പോയി കണ്ട മോളിനെ കാട്ടിയും നല്ല ഒരു ആംബിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മൂവി വാഴ സ്റ്റാർട്ട് ചെയ്തു, ഇന്റർവെൽ വന്നു, അങ്ങനെ മൂവി എൻഡിങ്ങിലോട്ട് എത്തി. അങ്ങനെ മൂവി കഴിഞ്ഞ് ഞങ്ങൾ ലിഫ്റ്റിന്റെ അടുത്തൊക്കെ എത്തി താഴോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ഞങ്ങൾ മൂവിയുടെ വിശേഷങ്ങൾ പറയുവാണ്. എന്താ പറയാന്ന് വെച്ചാൽ അടിപൊളി മൂവി ആയിരുന്നു, വെർത്തായിരുന്നു പോയി കണ്ടതില്. കാരണം ഫസ്റ്റ് ഹാഫ് ഫുൾ ചിരിക്കാനായിരുന്നു, സെക്കൻഡ് ഹാഫ് നമ്മൾ എല്ലാരെയും ഒന്ന് കരയിപ്പിച്ചു ശരിക്കും. അങ്ങനെ മൂവിയൊക്കെ കണ്ട് തിരിച്ചിറങ്ങിയപ്പോൾ മാള് ഫുൾ ക്ലോസ്ഡ് ആയിരുന്നു. കാരണം ഞങ്ങൾക്ക് മൂവി കണ്ടിട്ട് ഇറങ്ങുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പാസേജ്, അതായത് ഡോറൊക്കെ അവർക്ക് വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് ഡോറൊക്കെ ഓപ്പൺ ചെയ്തിട്ടിരുന്നുള്ളൂ. ഞങ്ങൾ നേരെ പാർക്കിംഗ് സ്പേസിലോട്ട് എത്തി. ഞങ്ങൾക്ക് പിന്നെ താഴെ ആയിട്ട് വലിയ സീനൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ വന്നു ഞങ്ങൾ മൂവിയുടെ വിശേഷങ്ങൾ പറഞ്ഞു, പിന്നെ ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞു. കുറെ ഹാപ്പിനെസ് ഒക്കെ പങ്കുവച്ച ശേഷം ഞങ്ങൾ പരസ്പരം 2 സ്ഥലങ്ങളിലായിട്ട് തിരിഞ്ഞു. അതായത് വീട്ടിൽ പോകണ്ടേ, ഇങ്ങനെ നിന്നാ മതിയോ, 12 മണിയോളം കഴിഞ്ഞു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തി. അവിടെയും ഏകദേശം എല്ലാവരും ആൾക്കാരൊന്നും ഇല്ല, ജസ്റ്റ് സെക്യൂരിറ്റീസ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും അകത്തോട്ട് കയറിയിട്ടുണ്ട്.
എന്തായാലും നല്ലൊരു ഡേ ആയിരുന്നു. ഇന്ന് പോയി ഒന്ന് മൂവി കാണാൻ പറ്റില്ല. ഇവിടെ ഫസ്റ്റ് ടൈം എനിക്കൊരു മലയാളം മൂവി ബത്താവില്, ഇന്തോനേഷ്യയിലെ ബത്താവിൽ ഒന്ന് കാണാൻ പറ്റി. അങ്ങനെ മൂവിയൊക്കെ കണ്ട് തിരിച്ച് അപ്പാർട്ട്മെന്റിലെത്തി. ഇപ്പൊ തന്നെ സമയം 12 മണിയായി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.